എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് അറിയാത്തവരായി നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആരും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. കാരണം കൊറോണയ്ക്ക് ശേഷം, അതായത് ഈ കൊറോണ പുറപ്പെട്ട സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ജിയോ ടെലികമ്മ്യൂണിക്കേഷൻ്റെ വരവോട് കൂടിയിട്ട് ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ സുലഭമായി ലഭിക്കാൻ തുടങ്ങി. അതായത് ജിയോയുടെ ആരംഭഘട്ടത്തിലൊക്കെ ദിവസവും 1 GB, 1.5 GB, 2 GB വരെയൊക്കെ ഫ്രീ ആയിരുന്നു. അതായത് നമുക്ക് സൗജന്യമായി ഉപയോഗിക്കുന്ന തരത്തിലായിരുന്നു ജിയോ സിം പർച്ചേസ് ചെയ്തവർക്ക് ഇൻ്റർനെറ്റ് കൊടുത്തിരുന്നത്. അന്ന് വരെ നമുക്ക് 1 GB ഇൻ്റർനെറ്റ് ഒരു മാസത്തിന് 300 രൂപ, BSNLൊക്കെ 300 രൂപയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള ഐഡിയ ആണെങ്കിലും വോഡാഫോൺ ആണെങ്കിലും മറ്റ് എയർടെല്ലും ഏത് കണക്ഷൻ ആയിരുന്നെങ്കിലും നമ്മൾ മാസത്തിൽ ഇത്ര GB, 1 GB, 2 GB ആ ലെവലിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് സുലഭമായപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ യൂട്യൂബ് വീഡിയോകൾ കാണാനും അതുപോലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനും വിവിധ തരം വെബ്സൈറ്റുകളിലൂടെ സഞ്ചരിക്കാനുമൊക്കെ പ്രാപ്തരായി. ഇൻ്റർനെറ്റ് യൂസിങ് ധാരാളമായി വന്നതോടുകൂടി ജനങ്ങൾ കൊറോണ കൂടെ വന്നപ്പോൾ വരുമാനമാർഗം തേടി വെബ്സൈറ്റുകളിലും അതുപോലെ മറ്റു മേഖലകളിലും സഞ്ചരിച്ചപ്പോൾ അതിനെക്കുറിച്ച്, ഷെയർ മാർക്കറ്റിനെക്കുറിച്ച് അന്ന് വരെ അറിവില്ല എന്നല്ല, ഷെയർ മാർക്കറ്റ് പണ്ട് കാലങ്ങൾ മുതലേ ഉണ്ട്, എല്ലാവർക്കും അറിയാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ പത്രങ്ങളിലും മറ്റു മാസികകളിലും വായിക്കുന്ന ഓഹരി വിപണിയുടെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് വളരെ തീക്ഷ്ണതയോടുകൂടി മനസ്സിലാക്കിയത് കൊറോണയ്ക്ക് ശേഷമാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ധാരാളം പേർ, ചെറുപ്പക്കാർ മുതൽ വയസ്സായവർ വരെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ദൈനംദിനം വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എത്ര പേർ വരുന്നുണ്ടോ അത്രയും ആളുകൾ, 90% ആളുകളും ഈ മാർക്കറ്റിൽ ഇന്ന് പരാജിതരാണ്. അവരുടെ കയ്യിലുള്ള പൈസകൾ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ശൈലിയാണ് ഇന്ന് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കോൾ ചെയ്യുന്ന 90%, 95% ആളുകളും എത്രയോ ബിഗ് ലോസ് വരെ ആയവർ, വളരെ സങ്കടം പറഞ്ഞ അനുഭവങ്ങളുണ്ട്. സെബിയുടെ കണക്ക് പ്രകാരം 89-90% ആളുകളും ഓപ്ഷൻ ട്രേഡേഴ്സും ഇന്ന് ലോസ് ആയവരാണ്, പരാജിതരാണ്. എന്താണ് അതിനുള്ള പ്രധാന കാരണം? ഒരു വ്യക്തി ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് യൂട്യൂബിലോ മറ്റു ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കുന്നു, മനസ്സിലാക്കുന്നു. ശേഷം ബൈ ചെയ്യാനും സെൽ ചെയ്യാനും പഠിച്ചു വയ്ക്കുന്നു. നേരെ ഒരു അക്കൗണ്ട് എടുക്കുന്നു, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ട്രേഡിംഗ് ചാർട്ടിലിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനുള്ള ആകെ ഈ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് വീഡിയോകളിലൂടെ കണ്ടിട്ടുള്ള പരിചയം മാത്രമാണ്. ബൈ ചെയ്യുന്നു, സെൽ ചെയ്യുന്നു, ലോസ് ആവുന്നു. മാർക്കറ്റിനെ കുറിച്ച് പൂർണ്ണമായി പഠിക്കാതെ, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലൈസിസ്, അതുപോലെ ഫണ്ടമെൻ്റൽ അനാലൈസിസ്, ഇതൊന്നും പഠിക്കാതെ ഒരു സ്റ്റോക്കിനെ കുറിച്ചോ അതല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷനെ കുറിച്ചോ, ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ റിസ്കിനെ കുറിച്ചോ, ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ റിസ്കിനെ കുറിച്ചോ, അതുപോലെ തന്നെ ഷോർട്ട് ടേം, ലോങ് ടേം, അങ്ങനെ ഇൻട്രാഡേ, വിവിധ തരം ഈ ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും ആധികാരികമായി പഠിക്കാതെ, ഒരു ചാർട്ടിനെ കുറിച്ചും ഒരു പാറ്റേണിനെ കുറിച്ചും മനസ്സിലാക്കാതെ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും മാത്രം പഠിച്ച് ഒരു അക്കൗണ്ടും എടുത്ത് മാർക്കറ്റിലേക്ക് വരുന്നു, പണം നഷ്ടപ്പെടുന്നു. ഇതാണ് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ആദ്യം പഠിക്കണം. പൂർണ്ണമായും നിങ്ങൾ ഒരു ഗുരുനാഥൻ്റെ കീഴിൽ അഭ്യസിച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. എന്നാൽ മാത്രം മതിയോ? ടെക്നിക്കൽ അനാലൈസും അതുപോലെ തന്നെ ഫണ്ടമെൻ്റലൊക്കെ പഠിച്ചതിനെ കൊണ്ട് മാത്രം ഒരാൾക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഘടകം കൂടെ അനിവാര്യമാണ്. നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുള്ള എക്സ്പീരിയൻസ്, മാർക്കറ്റ് സൈക്കോളജി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം. മാർക്കറ്റ് സൈക്കോളജിയുടെ കൂടെ ടെക്നിക്കൽ അനാലൈസ്, ഫണ്ടമെൻ്റൽ അനാലൈസ്, അതുപോലെ മറ്റ് എല്ലാ സാങ്കേതികതയോടെയും കൂടെ മാർക്കറ്റ് സൈക്കോളജി കൂടെ പഠിച്ചാൽ മാത്രമേ, അതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം അയാൾ പരാജയത്തിലേക്ക് പോകും. എൻ്റെ അഭിപ്രായ പ്രകാരം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിച്ചെടുത്ത അനുഭവ പാഠം കൊണ്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ
സ്റ്റോക്ക് മാർക്കറ്റ് പണം സമ്പാദിക്കാനുള്ള ഉയർന്ന സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ നഷ്ടപ്പെട്ട് മെൻ്റലായി നടക്കാനും സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് നല്ലവണ്ണം ചിന്തിച്ച് മാത്രം നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വരിക. ഇല്ല, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ വാച്ച് ചെയ്യുക. കുറച്ചു കാലം വാച്ച് ചെയ്യുക. തുടക്കത്തിൽ പേപ്പർ ട്രേഡിംഗ് ചെയ്യുക. പരിചയ സമ്പന്നത നേടിക്കൊണ്ട് പിന്നീട് നിങ്ങൾക്ക് റിയൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി വരാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വന്തമായി അനലൈസ് ചെയ്ത അല്ലെങ്കിൽ സ്വന്തമായി പഠിച്ച് ട്രേഡ് എടുക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് ഒരു 10% അല്ലെങ്കിൽ അതിന് താഴെയോ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു കമ്പനിയെയോ ആശ്രയിച്ച് അവർ കൊടുക്കുന്ന സിഗ്നലുകൾ, ടിപ്സുകൾ അത് പ്രകാരം, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ തട്ടിപ്പുകളായി വന്നിരിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചൂഷണം നിറഞ്ഞ ഒരു മേഖല കൂടിയാണ്. ഇന്ന് ഏതെല്ലാം തരത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത്? അക്കൗണ്ട് ഹാൻഡ്ലിംഗ്. ഒരു ദിവസം എത്ര കോളുകളാണ് ഒരാൾക്ക് വരുന്നത്, നോർത്ത് ഇന്ത്യയിൽ നിന്നായാലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നായാലുമൊക്കെ. സുന്ദരമായ വാഗ്ദാനങ്ങളൊക്കെ വെച്ച് നീട്ടുമ്പോൾ തീർച്ചയായും അതിൽപ്പെട്ടു പോകുന്നവരുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു തട്ടിപ്പാണ് പ്രൈവറ്റ് ഇക്വിറ്റി. എന്താണ് ഈ പ്രൈവറ്റ് ഇക്വിറ്റി? അതായത് ഒരു അപ്പർ സർക്യൂട്ടിലുള്ള വളരെ വില കുറഞ്ഞ ഒരു സ്റ്റോക്ക്, ആ സ്റ്റോക്ക് ഏതായാലും ഇന്നിപ്പോൾ ഒരു 10% കൂടിയിട്ടുണ്ടെങ്കിൽ നാളെയും അത് 10% കൂടിയിട്ടുണ്ടാവും. ലിക്വിഡിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അപ്പർ സർക്യൂട്ടിലുള്ള ഒരു സ്റ്റോക്കിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവർക്ക് ഫ്രീ കോച്ചിങ്, ഫ്രീ ട്രെയിനിങ്, അതുപോലെ ഫ്രീ ടിപ്സ് എല്ലാം ഫ്രീ ആണ്. അതുകൊണ്ട് ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. സത്യത്തിൽ ഫ്രീ നൽകുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ശ്രദ്ധാപൂർവം ഫ്രീ നൽകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ചതിക്കുഴികൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ 10,000 ഇട്ട് കഴിഞ്ഞാൽ 1,00,000 എത്രയോ മാസത്തിനുള്ളിൽ, 1 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ എന്നൊക്കെ പറഞ്ഞ് പണം തട്ടുന്ന എത്രയോ കമ്പനികളും ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ സുലഭമാണ്, ഈ മേഖലയിൽ സുലഭമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം മാത്രം, പണം എന്ന് പറയുന്നത് വെറുതെ ലഭിക്കില്ല. മാർക്കറ്റിൽ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ നിങ്ങൾ ചെയ്യുക. മറ്റൊരാളുടെ, അതായത് നമ്മുടെ ഫണ്ട് മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാൻ കൊടുത്താൽ ഉറപ്പാണ്, 100% ഞാൻ തറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെ പണം നഷ്ടപ്പെടും. അക്കൗണ്ട് ഹാൻഡ്ലിംഗ്, പ്രൈവറ്റ് ഇക്വിറ്റി, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഇല്ലാത്ത അപ്പർ സർക്യൂട്ടിലുള്ള ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളൊരു എക്സാമ്പിളായി, അതായത് അതിനു മുമ്പുള്ള സ്ക്രീൻഷോട്ടുകളും അവരുടെ ട്രേഡിംഗ് ശൈലികളും അവരുടെ പ്രോഫിറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നീട്ടുമ്പോൾ സത്യത്തിൽ നമ്മൾ പെട്ടുപോകും. ആദ്യം നമ്മളൊരു 100 ക്വാണ്ടിറ്റി എടുക്കുന്നു, അതിനുള്ള പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ 100 ക്വാണ്ടിറ്റി എടുത്ത് പിറ്റേ ദിവസം നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ലഭിക്കുന്നു. അതിന് പിറ്റേ ദിവസവും നമ്മൾ എടുക്കുന്നു, നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഇങ്ങനെയാകുമ്പോൾ ഒരു വിശ്വാസ്യത നമ്മൾക്ക് വരികയാണ്. നമ്മൾ കൂടുതൽ പണം അതിൽ നിക്ഷേപിക്കുന്നു. പക്ഷേ ഈ എടുക്കുന്ന സ്റ്റോക്ക് സെബി രജിസ്റ്റേർഡ് ബ്രോക്കർമാരിലോ അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലുള്ള മറ്റ് ഏതെങ്കിലും കമ്പനി, സെബി രജിസ്റ്റേർഡ് കമ്പനികളിലോ അല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഈ സ്റ്റോക്ക് വാങ്ങുന്നത്. ജസ്റ്റ് നമുക്ക് വിർച്വലായി പ്ലാറ്റ്ഫോമിൽ കാണാം, ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മേടിക്കുന്നു, ബൈ ചെയ്യുന്നു, അത് നമ്മുടെ ഓർഡറിൽ പോയി കിടക്കുന്നു, പൊസിഷനിൽ പ്രോഫിറ്റ് ആവുന്നു അല്ലെങ്കിൽ ലോസ് ആവുന്നു എന്ന് കാണാമെന്നല്ലാതെ ഇത് പ്രോഫിറ്റിലായി നമ്മൾ വിത്ഡ്രോവൽ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുക. അത് വിത്ഡ്രോവൽ ചെയ്യാൻ കഴിയില്ല. അതാണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്ന പുതിയ തരം തട്ടിപ്പ്. ഏകദേശം 1 വർഷക്കാലമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണം മറ്റൊരാൾക്ക് കൊടുത്ത് തട്ടിപ്പിന് ഇരയാകാതിരിക്കുക. നമ്മുടെ രാജ്യത്തിന് ചില നിയമങ്ങളുണ്ട്. സെബി നിഷ്കർഷിക്കുന്ന രീതിയിലൂടെ മാത്രം മുന്നോട്ട് പോവുക. രജിസ്റ്റർ, അതായത് ഇന്ത്യയിൽ പോപ്പുലറായ ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്സ്റ്റോക്സ്, സെറോദ, ഏഞ്ചൽ വൺ, ദെൻ അതുപോലുള്ള ഒത്തിരി ബ്രോക്കേഴ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ അക്കൗണ്ട് എടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും, അതായത് നമ്മുടെ മലയാളികൾ തന്നെ ഇന്ന് ഒത്തിരി പേര് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്യുന്നവരുണ്ട്. അവരിൽ ഒരാളെ നിങ്ങൾക്ക് പിന്തുടർന്ന് ഒരാഴ്ചയോ 1 മാസമോ നിങ്ങൾക്ക് പിന്തുടരാം. വലിയ കാശൊന്നും കൊടുക്കാതെ ചെറിയ ഒരു പൈസയാണ് കൊടുത്തിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ സജക്റ്റ് അവർ ചെയ്യുന്നതെങ്കിൽ, അതിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നതെങ്കിൽ
അവർ തരുന്ന സജഷനും നിങ്ങൾ കണ്ണുമൂടി ഒരിക്കലും കണ്ണടച്ച് 100% വിശ്വസിച്ചെടുക്കരുത്. അതിനെക്കുറിച്ചൊരു പൂർണ്ണമായ ധാരണ നിങ്ങൾ ആദ്യം ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഞാനൊരു പ്രീമിയം ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ പ്രീമിയം ഗ്രൂപ്പിൽ ഞാനൊരു സജഷൻ, ഒരു ഓപ്ഷൻ കാൾ സജഷൻ നൽകുകയാണ് പൂർണ്ണമായി. അതായത് ഒരു 10 ലോട്ട് എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് 1 ലോട്ടാണ്. എന്തിന്? നിങ്ങൾക്ക് അതിൽ എത്രത്തോളം വിശ്വാസ്യത, എത്രത്തോളം അത് ജെനുവിനാണ്, എത്രത്തോളം അത് സക്സസ് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിലൂടെ പ്രോഫിറ്റാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി 10 ലോട്ട് അയാൾ പറയുന്നുണ്ടെങ്കിൽ 10 ലോട്ട് എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണടച്ച് ആരെയും വിശ്വസിക്കാതെ, അവർ പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാതെ. ഈ പറയുന്ന ആളുകൾക്ക് മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ അല്ലെങ്കിൽ ലൈഫ് ടൈമായി ചെറിയ സംഖ്യ ഉണ്ടെങ്കിൽ അത് നൽകി നിങ്ങൾക്ക് അവരുടെ സജഷൻ വഴി, അറിയാത്തവരുടെ കാര്യമാണ് പറയുന്നത്, പൂർണ്ണമായി നിങ്ങൾ പഠിച്ച് മാത്രമേ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പാടുകയുള്ളൂ. അതിന് ഒരു വെട്ടുവീഴ്ചയുമില്ല. പക്ഷേ പഠിക്കാൻ താല്പര്യമില്ലാത്തവരും സമയമില്ലാത്തവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തവർക്കുമുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മൾ ഒരാളുടെ കീഴിൽ അയാളുടെ സജഷൻ വഴി നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അയാളെ പിന്തുടരാം. ഇല്ലേ, ഒരാഴ്ചയോ ഒരു മാസമോ നോക്കാം, മറ്റൊരാളെ നോക്കാം. പക്ഷേ നിങ്ങളുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കണം നിങ്ങളുടെ നീക്കങ്ങൾ നിങ്ങൾ നടത്തേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനുകളും, അതായത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഞ്ചൽ വണ്ണിലാണ്. ഞാൻ സെറോദയും അപ്സ്റ്റോക്സിലുമൊക്കെ എനിക്ക് അക്കൗണ്ട് ഉണ്ട്. മൂന്നാമതെടുത്തതാണ് ഏഞ്ചൽ വൺ. പക്ഷേ എനിക്ക് കുറച്ചൊരു യൂസർ ഫ്രണ്ട്ലി ആയി തോന്നിയത് ഏഞ്ചൽ വണ്ണാണ്. കാരണം അതിൽ സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ ടാർഗറ്റും ഒപ്പം സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിൻ്റ്. സമാനമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റ് ആപ്ലിക്കേഷനുകളുമുണ്ട്, മറ്റ് ബ്രോക്കർമാരുമുണ്ട്. ധനിലൊക്കെ അങ്ങനെ പറ്റുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ധൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 200 രൂപ ഒരു കാൾ സജഷൻ കൊടുത്തു. 200 രൂപയ്ക്ക് നമ്മൾ ബൈ ചെയ്യുന്നു. 200 രൂപയ്ക്ക് ബൈ ചെയ്യുന്നതോടൊപ്പം തന്നെ 180 രൂപ സ്റ്റോപ്പ് ലോസും 220 രൂപ അല്ലെങ്കിൽ എത്രയാണോ ടാർഗറ്റ് അതും സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ വെക്കുന്നു. ഒരു പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയിരിക്കാം, നമുക്ക് ഒരു 20 പോയിൻ്റ് ലോസ് ആവും. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലോസും പ്രോഫിറ്റും ഒക്കെ സഹജമാണ്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ലാഭവും നഷ്ടവും നമ്മൾ കണക്കാക്കണം. അത് അംഗീകരിച്ചേ മതിയാവും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ ട്രേഡറായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വീഡിയോ അല്പം കൂടിയേക്കാം, പക്ഷെ നിങ്ങൾ പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക. ഇനി ടാർഗറ്റ് എത്തുന്നില്ല, നമ്മൾ 20-30 പോയിൻ്റ് ടാർഗറ്റ് വെച്ചു, ടാർഗറ്റ് എത്തുന്നില്ല, ഒരു 5 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 10 പോയിൻറ്റിന് താഴെ കൺസോളിഡേഷനിലൂടെ നീങ്ങുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലേക്കൊരു സംശയം നിഴലിക്കുകയാണെങ്കിൽ പിന്നീട് അവിടെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ തന്നെ ഓപ്പൺ ഓർഡറിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, ക്യാൻസൽ അടിക്കുക. ക്യാൻസലായി നമുക്ക് അപ്പോൾ പ്രോഫിറ്റ് എന്താണോ അത് നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോട്ടെ, അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. എന്നാൽ മറ്റുള്ളപ്പോൾ സെറോദയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ലിമിറ്റ് പ്രൈസ് ഇട്ട്, ഇപ്പോൾ 200 രൂപ ലിമിറ്റ് പ്രൈസ് ഇട്ട് ബൈ ചെയ്യുന്നു. അത് എക്സിക്യൂട്ട് ആയതിനു ശേഷം നമുക്ക് പൊസിഷനിൽ പോയി അത് ക്ലിക്ക് ചെയ്ത് വേണം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ. അങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. ഇപ്പോൾ 200 രൂപയ്ക്ക് എടുത്ത ഒരു ഓപ്ഷൻ 180 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. അതിൻ്റെ പ്രൈസ് 210ലേക്ക് പോയി. സ്റ്റോപ്പ് ലോസ് ഞാൻ 190 കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ പ്രൈസ് 220ലേക്ക് പോയി. ഞാൻ ഒരു 200ലേക്ക് കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ ഈ വയ്ക്കുന്ന സമയത്ത് വേറൊരു പ്രശ്നം അവിടെ ഉദിക്കാനുണ്ട്. ഈ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മൾ 200 രൂപയ്ക്ക് മുകളിൽ പോയി അവിടെ നിന്ന് വരുമ്പോഴായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 180ൽ നിന്ന് 200ലേക്ക് അല്ലെങ്കിൽ 190ലേക്കോ വെക്കുന്നത്. ആ സമയത്ത് ആ പ്രൈസ് 190ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത്, മാത്രമല്ല 2 കോളത്തിലും സെറ്റ് ചെയ്യണം. സെറോദയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് 190 ട്രിഗർ പ്രൈസ് എന്ന് 2 കോളം കാണും. 2 കോളത്തിലും ഒന്ന് ലിമിറ്റ്, ഒന്ന് ട്രിഗർ പ്രൈസ്. ഈ 2 കോളത്തിലും 180 എന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ എഴുതുമ്പോഴേക്കും ഈ പ്രൈസ് താഴേക്ക് വന്ന് നമ്മൾ 190 സെറ്റ് ചെയ്യുമ്പോഴേക്കും 190ന് താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്താവും, സ്റ്റോപ്പ് ലോസ് പ്രൈസിനും താഴെയാണ് ലിമിറ്റ് പ്രൈസ് ഉള്ളത്. അതുകൊണ്ട് എക്സിക്യൂട്ട് ആവില്ല. വീണ്ടും അത് 190 താഴെ വന്ന് 185 വെക്കാമെന്ന് പറഞ്ഞ് വേഗം അതൊക്കെ ഡിലീറ്റ് ചെയ്ത് 185 എഴുതുമ്പോഴേക്കും അത് താഴെ പോയി 180
ട്രിഗർ പ്രൈസ്. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവും. ഈ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഇനി ടാർഗറ്റിലേക്ക് എത്തിയാലും അത് എക്സിറ്റ് അടിക്കണമെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഓപ്പൺ ഓർഡറിൽ പോയി ക്യാൻസൽ ചെയ്തിട്ട് വേണം നമ്മൾ രണ്ടാമത് പൊസിഷനിൽ പോയി ക്ലിക്ക് ചെയ്ത് അത് എക്സിറ്റ് അടിച്ച് ഓക്കെ കൊടുക്കാൻ. ഇനി മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് അടിച്ചാലോ, 220 രൂപ മാർക്കറ്റ് പ്രൈസായി നമ്മൾ 220 എക്സിറ്റ് അടിച്ച് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് അടിച്ചാൽ അത് ചിലപ്പോൾ 215 212 ചിലപ്പോൾ അതിന് താഴെയോ ആയിരിക്കാം എക്സിക്യൂട്ട് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദന്നിലാണോ ഏഞ്ചൽ വണ്ണിലാണോ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു അക്കൗണ്ട് ആദ്യം എടുക്കുക എന്നുള്ളതാണ് ആദ്യമായി നാം ട്രേഡിങ്ങിൽ പറയുന്ന ഒരു ടിപ്പ്. രണ്ടാമതായി, ദിവസവും നിങ്ങൾ ഒരു ടാർഗറ്റ് നിശ്ചയിക്കുക. ലോസ് ആണെങ്കിലും ഒരു ടാർഗറ്റ്, പ്രോഫിറ്റ് ആണെങ്കിലും ഒരു ടാർഗറ്റ്. നിങ്ങൾ 10,000 രൂപ കൊണ്ടാണോ മാർക്കറ്റിലേക്ക് വരുന്നത്, 500 മുതൽ 750 രൂപ വരെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കണം. ഒരു ദിവസത്തെ ടാർഗറ്റാണ് ഞാൻ പറയുന്നത്. അത്രേ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടുകയുള്ളൂ. അത് പ്രോഫിറ്റായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ട്രേഡ് നിർത്താം. മാത്രമല്ല ഒരു ദിവസം 3 അല്ലെങ്കിൽ മാക്സിമം 5 ട്രേഡുകളിൽ ഒതുക്കാൻ ശ്രമിക്കുക. ഓവർ ട്രേഡ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ സമ്പത്തിനെയും നശിപ്പിക്കും. ഓവർ ട്രേഡ് എടുത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം, ഒരു ദിവസം 20, 22, 25, 30 ട്രേഡുകൾ വരെ എടുത്ത മഹാന്മാരുണ്ട്. ഈ പറയുന്ന ഞാനും തുടക്കകാലത്ത് അങ്ങനെയായിരുന്നു. ഓവർ ട്രേഡ് ആളെ കൊല്ലും. സമ്പത്തല്ല, ശരീരമല്ല, മനസ്സല്ല, ആളെ തന്നെ ഇല്ലാതാക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ 5 ട്രേഡിൽ ഒരു ദിവസം അവസാനിപ്പിക്കുക. 5 ട്രേഡ് മതി, കൂടുതൽ എന്തിനാ? മിനിമം 3. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രേഡിൽ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് അച്ചീവ് ആയെങ്കിൽ, നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ആയെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. എന്തിനു വെറുതെ ഇമോഷനായി ഇങ്ങനെ ഇരിക്കണം വൈകുന്നേരം വരെ? നമുക്ക് ലഭിക്കേണ്ട സംഖ്യ രാവിലെ ഒരു ട്രേഡിൽ കിട്ടിയാൽ നിർത്തുക. അതാണ് ഒരു നല്ല ട്രേഡറുടെ അടയാളമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മറ്റൊന്ന് ലോട്ടുകളുടെ എണ്ണമാണ്. അതായത് നമ്മൾ എടുക്കുന്ന ലോട്ടുകളുടെ എണ്ണം അതൊരു സിസ്റ്റമാറ്റിക്കായി തന്നെ നമ്മൾ പോകണം. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഒരു ലോട്ടിൽ തുടങ്ങുക. ഒരേ ഒരു ലോട്ടിൽ നിങ്ങൾ തുടങ്ങുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ലോട്ടിൽ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ലോട്ടിലേക്ക് മാറും. അങ്ങനെ ക്രമാതീതമായി നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലോട്ടുകളുടെ എണ്ണം കൂട്ടാം. അതേസമയം നമ്മുടെ ട്രേഡിങ്ങിനൊരു സിസ്റ്റം നമ്മൾ കരുതണം. ഒരു സിസ്റ്റമാറ്റിക്, നേരത്തെ പറഞ്ഞ രൂപത്തിൽ 3 മുതൽ 5 വരെയുള്ള ട്രേഡ്, ഓവർ ട്രേഡ് ഒഴിവാക്കുക. അതേപോലെ തന്നെ ടാർഗറ്റ്, ലോസിൻ്റെ ടാർഗറ്റ്, പ്രോഫിറ്റിൻ്റെ ടാർഗറ്റ്, ഈ രണ്ടും ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായും മാർക്കറ്റിൽ നമുക്ക് വിജയം കൊയ്യാൻ തന്നെ കഴിയും. ചില ആളുകളുണ്ട്, രാവിലെ വന്ന് ഫസ്റ്റ് തന്നെ ഒരു 5 ലോട്ട് അല്ലെങ്കിൽ ഒരു 10 ലോട്ട് അങ്ങോട്ട് എടുക്കും. നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഏതെങ്കിലും ഇൻഡെക്സ് ഓപ്ഷൻ ഒരു 10 ലോട്ട് എടുത്തു. അത് ലോസിലേക്ക് പോയി, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അടുത്തത് എന്ത് ചെയ്യും? ആകെ ആകുലപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. ഇരുന്നിട്ട് പിന്നെയുള്ള ട്രേഡുകൾ 1 ലോട്ട് അല്ലെങ്കിൽ 2 ലോട്ട് കഴിഞ്ഞു, അയാളുടെ ആവേശം കഴിഞ്ഞു. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ 10 ലോട്ടാണോ ആദ്യമായി എടുക്കാൻ ശ്രമിക്കുന്നത്? ഫസ്റ്റ് ട്രേഡ്, ഈ ഒരു ദിവസത്തെ നിങ്ങളുടെ രാവിലത്തെ അല്ലെങ്കിൽ ആ ദിവസത്തെ ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ എത്ര ലോട്ടാണോ എടുക്കുന്നത്, ആ ലോട്ട് ലോസായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എടുക്കുന്ന ട്രേഡിൻ്റെ ലോട്ട് ഒന്നുമില്ലെങ്കിൽ സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ മടങ്ങുകളായിരിക്കണം. 10 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 12, ഒരു 15, ഒരു 20, ശരിക്കും 20 എടുക്കേണ്ടത്. അപ്പോഴാണ് ലോസ് അവിടെ റിക്കവറായി നിങ്ങൾ പ്രോഫിറ്റിലേക്ക് എത്തുകയുള്ളൂ. ഇല്ല, ഇനി നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് എത്തണ്ട, വീണ്ടും ലോസിലേക്ക് പോയാൽ പ്രശ്നമല്ലേ. അപ്പോൾ ലോസ് റിക്കവറായാൽ മതി എന്നുള്ളൊരു നിലയ്ക്കാണെങ്കിൽ 10 ലോട്ട് നിങ്ങൾ എടുക്കണം. അതിനുള്ള ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ നിങ്ങൾ തുടക്കത്തിലുള്ള ട്രേഡുകളുടെ എണ്ണം, അതായത് ലോട്ടുകളുടെ ക്വാണ്ടിറ്റി നിങ്ങൾ കണക്കാക്കേണ്ടത്. ഇല്ല, നിങ്ങൾ 10 ലോട്ട് എടുത്തു, അത് നിങ്ങൾക്ക് പ്രോഫിറ്റിലായി, നിങ്ങൾ ട്രേഡ് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, തുടർന്നും ട്രേഡ് ചെയ്യണോ? നിങ്ങൾ 1 ലോട്ട് എടുക്കൂ. 10 ലോട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റായി മാറിയെങ്കിൽ പിന്നീട് എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾ 1 ലോട്ടിലേക്ക് കൊണ്ടുവരണം. ഇതെല്ലാം നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ ഇതിനെ എന്നും മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിൽ നിന്ന് വ്യതിചലിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലോസ്, നിങ്ങളുടെ പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ആയാൽ
പിന്നീട് അങ്ങോട്ടുള്ള ട്രേഡുകൾ നിങ്ങൾ പരമാവധി നിർത്തുക. ഇനി തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ലോട്ടുകളുടെ എണ്ണം ക്രമീകരിക്കുക. മാത്രമല്ല മറ്റൊരു കാര്യം, നിങ്ങൾ ഇക്വിറ്റി ഇൻട്രാഡേയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൽ മാത്രം തുടരുക. കുറച്ച് ഇൻട്രാഡേ ഇക്വിറ്റി എടുക്കും, അതിനുശേഷം അതിൽ കുറച്ച് ലോസായി പിന്നീട് ഓപ്ഷനിലേക്ക് വരും, ഇൻഡെക്സ് ഓപ്ഷൻ വരും. ആ ഇൻഡെക്സ് ഓപ്ഷനിൽ കുറേ പോയി പിന്നെ ഫ്യൂച്ചർ എടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ സ്റ്റോക്ക് ഓപ്ഷനിലേക്ക് പോകും. നിങ്ങൾ ഒന്നിൽ തന്നെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾ ഇൻഡെക്സ് ഓപ്ഷനാണോ ചെയ്യുന്നത് അതിൽ മാത്രം തുടരുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ടും അതിൻ്റെ മൂവ്മെൻറ്റും അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായി നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ ഇൻട്രാഡേ ആണെങ്കിലും, ഇൻട്രാഡേയിലാണോ നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ, അതിൽ തുടരുമോ. നിങ്ങൾ പറയുന്ന ടാർഗറ്റ് അച്ചീവ് ആവും, നിങ്ങൾ പറയുന്ന പ്രോഫിറ്റ് അച്ചീവ് ആവും. അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോസ് അച്ചീവായി കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്റ്റോപ്പിൽ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അത് ട്രേഡിങ്ങിൽ സിസ്റ്റമാറ്റിക്കായി കൊണ്ട് നടക്കുക. അല്ലാത്ത പക്ഷം ഞാൻ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ദിവസം കഴിയുന്തോറും ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഏതായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചതാണ്, മറന്നുപോയി. ഒരു പോയിന്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു പ്രീമിയം ഗ്രൂപ്പ് മൈനൻസ് ചെയ്യുന്നുണ്ട്. അതിൽ നാളെ മുതൽ ഒരു 3 ദിവസത്തേക്ക് സൗജന്യ ട്രയൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കമ്പനിയുടെ കൂടെ ഒത്താശയോടുകൂടിയാണ് ചെയ്യുന്നത്. ട്രയൽ എടുത്തവർ മറ്റൊരു അക്കൗണ്ടിലൂടെ, അതായത് മറ്റൊരു ടെലഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലൂടെ ജോയിൻ ചെയ്യാൻ വീണ്ടും. അതിൻ്റെ ലിങ്ക് ഞങ്ങളുടെ മറ്റൊരു ജനറൽ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. ജനറൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. ഏത് നിമിഷവും എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. താഴെ എന്നെ പേഴ്സണലായി ബന്ധപ്പെടാനുള്ള ഐഡിയും കൊടുക്കുന്നുണ്ട്. @AOTrade @AOTRDE. ഇത് നിങ്ങളുടെ ടെലഗ്രാം സെർച്ച് ബാറിൽ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായി ഞാനുമായി കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പാതിരാവിലാണോ, ചില ആളുകൾ അങ്ങനെയാണല്ലോ, ഒരു കാര്യത്തിലേക്ക് മുഴുകി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് തന്നെയായിരിക്കും ചിന്ത. പാതിരാത്രിക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഉറങ്ങാതെ കിടക്കും. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് നമുക്കൊരു പാഷനായി മാറുകയാണ്. ഇപ്പോൾ ചീട്ട് കളി, നമ്മൾ റമ്മി കളിക്കുന്നു, അതായത് ഫിസിക്കലി. ഇപ്പോൾ ഓൺലൈൻ റമ്മിയാണ്. റമ്മി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ ഈ ഫിസിക്കലി അല്ല അറിയുക, ഓൺലൈനായിരിക്കും. ആ ഓൺലൈൻ പണം കെട്ടിയിട്ടുള്ള റമ്മിയല്ല, അതെല്ലാം വളരെ തട്ടിപ്പാണ്. നിങ്ങളുടെ പണം പോകും. ചീട്ട് കളി, ക്യാരംസ്, അതുപോലെ ഫുട്ബോൾ, അതുപോലുള്ള ഏതൊരു കായിക വിനോദമാണോ അല്ലെങ്കിൽ ഏതൊരു ഗെയിമാണോ അതിന് നമ്മൾ അഡിക്റ്റ് ആവുന്നത് പോലെ തന്നെയാണ് മാർക്കറ്റും. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം നോട്ട് ചെയ്യുക. നിങ്ങൾ മാർക്കറ്റിൽ നിലനിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാ ഭാവുകങ്ങളും മറ്റൊരു വീഡിയോയുമായി. മാത്രമല്ല മറ്റൊരു കാര്യം പറയാവുന്നത്, നിങ്ങൾ ഇൻട്രാഡേയിലാണ് കൂടുതൽ സംതൃപ്തി നേടുന്നതെങ്കിൽ, 2 ആഴ്ചയായി ഇപ്പോൾ ഇൻട്രാഡേ സ്റ്റോക്ക് സജക്ഷൻ, അതായത് അതിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല. നാളെ മുതൽ തീർച്ചയായും ദിവസവും ഇൻട്രാഡേ സ്റ്റോക്കുകളുടെ സജക്ഷൻ നൽകുന്നതാണ് വീഡിയോ വഴി യൂട്യൂബിലൂടെ. നിങ്ങൾക്ക് അതിൽ ഇപ്പോൾ 2 എണ്ണം നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും 1 എണ്ണമെങ്കിലും ദിവസവും പ്രോഫിറ്റിലേക്ക് എത്താറുണ്ട്. അത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ആ ട്രേഡ് എടുത്തുന്നവർക്കും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ കാണാം. അതുവഴി നിങ്ങൾക്ക് ഇൻട്രാഡേ സ്റ്റോക്ക് മാത്രം എടുത്തുകൊണ്ടും മുന്നോട്ട് പോകാം. നല്ല ഒരു പ്രോഫിറ്റബിൾ ദിവസങ്ങൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.